നമസ്കാരം. RSP അങ്ങനെ BJP-യിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ആയിരിക്കില്ല, മറിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ലയിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കേന്ദ്രത്തിൽ നമുക്കറിയാം, NK പ്രേമചന്ദ്രന് സംഘപരിവാറിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അചഞ്ചലമാണ്. NK പ്രേമചന്ദ്രൻ കേന്ദ്ര മന്ത്രിമാരെ എല്ലാ രീതിയിലും അവരെ വലിയ രീതിയിൽ സ്വാധീനിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ പല പ്രതിഷേധ പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കാറില്ല. കാരണം അദ്ദേഹം ടാക്ട്ഫുള്ളി കോൺഗ്രസ് ലേബൽ അല്ലെങ്കിൽ പ്രതിപക്ഷ ലേബലിൽ നടക്കാനല്ല ആഗ്രഹം, മറിച്ച് ഭരണകക്ഷി MP എന്ന രീതിയിലേക്ക് നടക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ ഭരണകക്ഷി MPക്ക് കൊടുക്കുന്ന പരിഗണന എന്ന രീതിയിലേക്ക് കൊല്ലം മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി NK പ്രേമചന്ദ്രന് ഫണ്ട് അലോട്ട് ചെയ്യും. ആ ഫണ്ട് അലോട്ട്മെൻറ്റിലൊന്നും ഒരു കുറ്റവും പറയേണ്ട. പക്ഷേ NK പ്രേമചന്ദ്രൻ്റെ രീതി ഇതാണ്. പ്രതിപക്ഷ MP ആയി ആണ് അവിടെ ഷൗട്ട് ചെയ്യാനും പാർലമെൻറ്റിൽ സ്ലോഗൻ, അതായത് എതിർ സ്ലോഗനുകൾ, അതായത് BJPക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആ രീതിയിലൊക്കെ പ്രേമചന്ദ്രൻ വിളിച്ചിരുന്നുവെങ്കിൽ, അതിശക്തമായി വിളിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രേമചന്ദ്രനെ BJP തഴഞ്ഞേ. പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ അങ്ങനെയല്ല നടക്കുന്നത്. പ്രേമചന്ദ്രൻ BJPക്ക് സ്തുതിക്കുന്ന രീതിയിൽ പലപ്പോഴായി പല രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വലിയ കരുതലോടെ കാണുന്നത്. RSP എന്ന പാർട്ടി കേരളത്തിൽ മൂക്കുകുത്തി താഴെ വീണിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനെ ഇനി രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണം അത് നിലയില്ലാ കയത്തിലേക്ക്, ആഴക്കടലിലേക്ക് മുങ്ങിത്താണു എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അസീസോ അല്ലെങ്കിൽ ഈ പറയുന്ന RSPയിലെ പ്രമുഖ നേതാക്കളോ ഒന്നും വിചാരിച്ചാൽ ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതല്ല. അത്രയേറെ ആളില്ല പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും NK പ്രേമചന്ദ്രൻ എന്തുകൊണ്ട് കഴിഞ്ഞ തവണ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ലളിതമാണ്. അദ്ദേഹം വിജയിക്കാനുള്ള ഏറ്റവും ശക്തമായ കാരണം സംഘപരിവാറിൻ്റെ വോട്ട് ബാങ്കാണ്. സംഘപരിവാർ വോട്ട് കൃത്യമായി NK പ്രേമചന്ദ്രന് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹം CPMൻ്റെ KM ബാലഗോപാലിനെ, അതായത് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ 1.5 ലക്ഷം വോട്ടുകൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. NK പ്രേമചന്ദ്രൻ്റെ രീതി വളരെ കൃത്യതയാർന്ന രീതിയാണ്. സംഘപരിവാർ ശക്തികളോട് ആഭിമുഖ്യം കാണിക്കുക, കോൺഗ്രസ് നേതാക്കളുടെയും അതുപോലെ തന്നെ UDFൻ്റെയും വോട്ട് സ്വാംശീകരിക്കുക. അങ്ങനെ UDFൻ്റെ വോട്ട് സ്വാംശീകരിക്കുകയും സംഘപരിവാറിൻ്റെ കൂടി പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കൊല്ലത്ത് ജയിക്കും എന്ന തോന്നലും ആ രീതിയിലുള്ള വിജയ തുടർച്ചയുമാണ് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ CPM വിരുദ്ധനാക്കിയത്. നമുക്കറിയാവുന്ന കാര്യമാണ് VS ക്യാബിനറ്റിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു പ്രേമചന്ദ്രന്. അന്നൊക്കെ അദ്ദേഹത്തിന് ഈ രീതിയിലൊന്നും ഇടതുപക്ഷത്തിനോട് വീറും വാശിയില്ലായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിനോ ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഘോരം NK പ്രേമചന്ദ്രൻ ബാക്കിയുള്ള നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അന്നത്തെ കൊല്ലം DCC അധ്യക്ഷയായിരുന്ന ബിന്ദു കൃഷ്ണയെ, അവര് അതിനു മുമ്പായിരുന്നു, അന്ന് ഒരു നേതാവ് മാത്രമായിരുന്നു. അന്ന് ചാനൽ ചർച്ചകളിലൊക്കെ ശക്തമായി നഖശികാന്തം വിമർശിക്കുന്നൊക്കെ നമ്മൾ കേട്ട കാര്യം തന്നെയാണ്. അതായത് കൊല്ലത്തെ NK പ്രേമചന്ദ്രൻ UDF പാളയത്തിൽ എത്തിയതിനു ശേഷമാണ് മറുകണ്ഠം ചാടുന്ന രീതിയിൽ വലിയ രീതിയിലേക്ക് അദ്ദേഹം ചുവട് മാറ്റുകയും ഇടതുപക്ഷത്തിനെ താറടിക്കുന്ന രീതിയിലൊക്കെ പ്രസ്താവന നടത്തുകയും ചെയ്തു. അദ്ദേഹം ആക്കിയെടുത്തത് ഇടതുപക്ഷമാണ് എന്നുള്ളത് മറന്നുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി കുടലൂതുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് RSPയെ കൃത്യമായി BJPയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള പ്ലാനുമായി ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.